Dear students, നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പഠിക്കുന്നത് +2 എക്കണോമിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ്. അതിലെ ഫോക്കസ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളാണ്. ഇത് പ്രധാനമായും ഇംഗ്ലീഷ് മീഡിയം കുട്ടികളെ ഉദ്ദേശിച്ചിട്ട് എടുക്കുന്ന വീഡിയോ ആണ്. കാരണം മലയാളത്തിലുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ ധാരാളം പേര് ഇംഗ്ലീഷ് യൂസ് ചെയ്തുകൊണ്ടുള്ള വീഡിയോ ആവശ്യപ്പെട്ടിരുന്നു. അവർക്ക് കൂടുതൽ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇതിലൂടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് നമുക്ക് ഫോക്കസ് ഏരിയ ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ സിമ്പിൾ ഇക്കണോമി, സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ ഇക്കണോമി, ഓർഗനൈസേഷൻ ഓഫ് ഇക്കണോമിക് ആക്ടിവിറ്റീസ്, ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമി, അതുപോലെ സെൻട്രലി പ്ലാൻഡ് ഇക്കണോമി, മൈക്രോ ഇക്കണോമിക്സ് ആൻഡ് മാക്രോ ഇക്കണോമിക്സ്. ഇത്രയും ഭാഗങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. When we look around in the society, we can see that a number of people engage in a variety of economic activities. There is farmers, agricultural laborers, traders, mechanics, teachers, doctors, casual laborers, etc. All these people are engaged in economic activities, that is in the production of goods and services. As consumers, we consume a large variety of goods and services. That is a person's how much goods and services a person or family can consume depends on the person's or family's income. That is, it depends on the goods and services produced by that person or family. So we can see that in a society a number of activities are taken place. That is production, consumption, exchange. All these activities are engaged in a society. So we can say that a simple economy is an area of production, exchange and consumption of goods and services within a country. അതായത് ഒരു ലളിതമായ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ ഉൽപ്പാദനത്തിനും ഉപഭോഗത്തിനും കൈമാറ്റത്തിനുമുള്ള വിപുലമായ സംവിധാനത്തെയാണ് ഒരു സിമ്പിൾ ഇക്കോണമി, ലളിതമായ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചുറ്റുപാടും ധാരാളം ആളുകൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത് കാണാം. അവരൊക്കെ അവരുടെ വരുമാന മാർഗ്ഗം സമ്പാദിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ജോലികൾ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ലഭിക്കുന്ന വരുമാനത്തിനനുസരിച്ചിട്ടാണ് ഓരോരുത്തരുടെയും പർച്ചേസിങ് പവർ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ പണം ഉപയോഗിച്ചിട്ടാണ് അവർ കൺസ്യൂം ചെയ്യുന്നത്, അതുപോലെ സാധനങ്ങൾ എക്സ്ചേഞ്ച് നടത്തുന്നത്. അപ്പോൾ ഇതൊക്കെ ചേർന്നിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥയാണ് പറയുക എ സിമ്പിൾ ഇക്കോണമി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ സെക്കൻഡ് ടോപ്പിക് ഇൻ ദ ഫോക്കസ് ഏരിയ ഈസ് വാട്ട് ആർ ദി സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ ഇക്കോണമി. ഒരു സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? We know that the wants of every individual in the economy are unlimited, while the resources are limited. ആളുകളുടെ ആവശ്യങ്ങൾ അപരിമിതങ്ങളാണ്, വിഭവങ്ങൾ റിസോഴ്സസ് ലിമിറ്റഡ് ആണ്. ആൻഡ് ദീസ് സ്കേഴ്സ് റിസോഴ്സസ് ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസസ് ആൾസോ. സോ ദ സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ് ഗിവ് റൈസ് ടു ദി പ്രോബ്ലം ഓഫ് ചോയ്സ്. ഇറ്റ് ക്യാൻ ബി വൺ ഓഫ് ദി സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ദി ഇക്കണോമി. ആളുകളുടെ ആവശ്യങ്ങൾ അപരിമിതമാണ്, വിഭവങ്ങൾ പരിമിതമാണ്, വിഭവങ്ങൾക്കൊന്നിലധികം ആവശ്യങ്ങളുമുണ്ട്. അപ്പോൾ ഈ വിഭവങ്ങളുടെ ദൗർലഭ്യമാണ് എല്ലാ സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. ദ പ്രോബ്ലം അറൈസ് ഡ്യൂ ടു ദി മിസ്മാച്ച് ബിറ്റ്വീൻ വാണ്ട്സ് ആൻഡ് റിസോഴ്സസ്. ഡ്യൂ ടു സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ് സം വാണ്ട്സ് ആർ സാറ്റിസ്ഫൈഡ്, സം റിമെയിൻ അൺസാറ്റിസ്ഫൈഡ്. This is true for individuals, families, societies and nations. No country has the resources to satisfy all its requirements. അതായത് മിസ്മാച്ച് ബിറ്റ്വീൻ വാണ്ട്സ് ആൻഡ് റിസോഴ്സസ്, അത് ആളുകളുടെ ആവശ്യങ്ങളും അവ തൃപ്തിപ്പെടുത്താനുള്ള റിസോഴ്സസും തമ്മിലുള്ള പൊരുത്തമില്ലായ്മയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത്. ഇതൊരു വ്യക്തിക്കായാലും ഒരു ഫാമിലിക്കായാലും സൊസൈറ്റിക്കായാലും രാജ്യങ്ങൾക്കായാലും ഈ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും. ലോകത്തിലൊരു രാജ്യവും എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ സാധിക്കുന്നതായിട്ട് ഇല്ല. സോ ദിസ് ലീഡ്സ് ടു ദ ചൂസിങ് ദ റിക്വയർമെൻറ്റ്സ് ടു ബി സാറ്റിസ്ഫൈഡ്.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്, നമ്മുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണോ അതിൽ നിന്ന് ചിലത് ചൂസ് ചെയ്യേണ്ടി വരും. സിമിലർലി എ കൺട്രി ക്യാൻ പ്രൊഡ്യൂസ് ഓൺലി എ കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഒരു വ്യക്തിക്കായാലും ഒരു ഫാമിലിക്കായാലും ഒരു കൺട്രിക്കായാലും ചില സാധനങ്ങളും സേവനങ്ങളും മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ദിസ് ലീഡ്സ് ടു ദ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കണോമി. ഇതാണ് ഒരു സമ്പദ് വ്യവസ്ഥയിലെ സെൻട്രൽ പ്രോബ്ലംസിലേക്ക് നയിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് സെൻട്രൽ പ്രോബ്ലംസ്? അതിനെ പ്രധാനമായിട്ടും 3 തരംതിരിക്കാം. ഫസ്റ്റ് വൺ ഈസ് ദി പ്രോബ്ലം ഓഫ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്. സെക്കൻഡ് വൺ ഈസ് ദ പ്രോബ്ലം ഓഫ് ഫുള്ളർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ആൻഡ് ദ തേർഡ് വൺ ഈസ് ദി പ്രോബ്ലം ഓഫ് ഗ്രോത്ത് ഓഫ് റിസോഴ്സസ്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഫസ്റ്റ് വൺ ആണ്, അലോക്കേഷൻ ഓഫ് സ്കേഴ്സ് റിസോഴ്സസ്. ഇറ്റ് ഈസ് ദ ഇമ്പോർട്ടൻ്റ് പ്രോബ്ലം എമംഗ് ദീസ്. ഇറ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 3. അപ്പോൾ ഒന്നാമത്തെ സെൻട്രൽ പ്രോബ്ലം ഓഫ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് എന്നുള്ളതിനെ നമുക്ക് 3 വിഭാഗങ്ങളായിട്ട് തരംതിരിക്കാം. വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്. സെക്കൻഡ് വൺ ഈസ് ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ദ തേർഡ് വൺ ഈസ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. ദീസ് ആർ നോൺ ആസ് ദി സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കണോമി. സോ ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. എന്താണ് ഒന്നാമത്തേത്? വാട്ട് ടു പ്രൊഡ്യൂസ്. Every society decide on how much of each of the many possible goods and services it will produce. The resources are limited and they can be used for more than one need. അതായത് ഓരോ സമൂഹവും തീരുമാനിക്കണം എന്താണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്. അനേകം സാധ്യതകളുണ്ട്, ധാരാളം ഉൽപ്പാദിപ്പിക്കാനുണ്ട്. എല്ലാം നമുക്ക് ഉൽപ്പാദിപ്പിക്കാനാവില്ല. ബിക്കോസ് റിസോഴ്സസ് ആർ സ്കേഴ്സ്. സോ വി വാണ്ട് ടു മേക്ക് എ ചോയ്സ്. നമ്മളൊരു തിരഞ്ഞെടുപ്പ് ഇതിൽ നിന്ന് നടത്തണം. And the resources are limited and they can be used for more than one need. റിസോഴ്സസ് ലിമിറ്റഡ് ആണെന്ന് മാത്രമല്ല, ഒന്നിലധികം ആവശ്യങ്ങൾക്ക് അവയെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം. സോ ഫസ്റ്റ് വി വാണ്ട് ടു ഡിസൈഡ് വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റി. ക്വാണ്ടിറ്റിയും കൂടി നിശ്ചയിക്കണം. ഒന്ന് മാത്രം ഉൽപ്പാദിപ്പിച്ചാൽ പോരാ, അതിന് എത്ര അളവിൽ ഉൽപ്പാദിപ്പിക്കണമെന്നും കൂടി തീരുമാനിക്കണം. സെക്കൻഡ് പ്രോബ്ലം ഈസ് ഹൗ ടു പ്രൊഡ്യൂസ്. ദാറ്റ് ഈസ് എ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇൻ ദ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്. Is the how to produce. It indicates about the availability of technologies to adopt in the production of each of the goods. That is adoption of technologies. ഏത് സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തണം എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത്. കാരണം ഒരു വസ്തു ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് പലതരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ ലഭ്യമാണ്. പ്രധാനമായിട്ടും there are 2 kinds of technologies. First technology in which we use more laborers and less machines. That is called labor intensive method. And the second one is we use more capital and less laborers. That is a capital intensive technology. അപ്പോൾ ഇങ്ങനെ 2 തരത്തിലുള്ള ടെക്നിക്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു സാധനം ഉൽപ്പാദിപ്പിക്കാൻ. അതിലൊന്ന് ലേബർ ഇൻറ്റൻസീവ് മെത്തേഡ്, മറ്റൊന്ന് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് മെത്തേഡ്. ഉദാഹരണമായിട്ട് ഒരു റോഡ് കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊന്നുകിൽ കൂടുതൽ ലേബറേഴ്സിനെ ഉപയോഗിക്കാം. അപ്പോൾ അതിന് ലേബർ ഇൻറ്റൻസീവ് മെത്തേഡ് എന്ന് പറയും. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ലേബറേഴ്സിനെ ഒഴിവാക്കി കൂടുതൽ മെഷീനറീസ് ഉപയോഗിക്കാം. അങ്ങനെയാണെങ്കിൽ അതിനെ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് മെത്തേഡ് എന്ന് പറയാം. അപ്പോൾ രണ്ടിനും ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. ലേബർ ഇൻറ്റൻസീവ് മെത്തേഡ് ആകുമ്പോൾ കൂടുതൽ ആൾക്കാർക്ക് തൊഴിൽ ലഭിക്കും. ക്യാപിറ്റൽ ഇൻറ്റൻസീവ് മെത്തേഡിൽ തൊഴിലവസരങ്ങൾ കുറവായിരിക്കും. അപ്പോൾ ഇതിൽ ഏത് വേണമെന്ന് തീരുമാനിക്കലാണ് രണ്ടാമത്തെ പ്രശ്നം. അപ്പോൾ ബെസ്റ്റ് ടെക്നിക്ക് ഈസ് ദാറ്റ് വിച്ച് ഈസ് മോസ്റ്റ് എഫിഷ്യൻറ്റ്. ഏറ്റവും എഫിഷ്യൻ്റ് ഏതാണോ അത് സ്വീകരിക്കുന്നതായിരിക്കും നല്ലത്. Then the third one is for whom to produce. അതായത് ആർക്ക് വേണ്ടിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. It can be considered as the problem of distribution. വിതരണത്തിൻ്റെ പ്രശ്നമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. It deals with whether or not to ensure a minimum amount of consumption for everyone in the economy. അതായത് ഓരോരുത്തർക്കും മിനിമം കൺസംഷൻ എങ്കിലും ഉറപ്പുവരുത്തുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. That is, it is concerned with how the national income is allocated among the factors of production. ഓരോ രാജ്യത്തിൻ്റെയും ദേശീയ വരുമാനം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ ഇവയ്ക്കിടയിൽ എങ്ങനെ വിതരണം ചെയ്യപ്പെടുന്നു എന്നാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 3 പ്രോബ്ലംസ് ആണ് ഒന്നാമത്തെ പ്രോബ്ലം ഓഫ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. Then second one is maximum utilization of resources. That is a problem of fuller utilization of resources. That is, as the resources are limited, we should use them more effectively.
അതായത് റിസോഴ്സസ് ലിമിറ്റഡ് ആണ്. കൂടാതെ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ പരമാവധി മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. ഒന്നും വെറുതെ വെക്കാതെ എല്ലാ റിസോഴ്സിനെയും ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. Then the third problem is the problem of growth of resources. That is, there is the possibility of the scarcity increases. We also need to develop new technologies for the growth of these resources. ഇനിയും പുതിയ ടെക്നോളജീസ് കണ്ടുപിടിക്കുക, പുതിയ തരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ കണ്ടുപിടിക്കുക. അതിലൂടെ കൂടുതൽ വിഭവങ്ങളെ വളർത്തിക്കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ പറയുന്നത് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കണോമി എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിരിക്കുന്നത് ഓർഗനൈസേഷൻ ഓഫ് ഇക്കണോമിക് ആക്ടിവിറ്റീസ്, സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ സംഘാടനം. അതായത് നമ്മൾ സാമ്പത്തിക പ്രശ്നങ്ങൾ, സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. ഇനി ദീസ് പ്രോബ്ലംസ് ആർ സോൾവ്ഡ് ഡിഫറൻ്റ്ലി ബൈ ഡിഫറെൻറ്റ് ഇക്കണോമിക് സിസ്റ്റംസ്. ഓരോ സമ്പദ് വ്യവസ്ഥകളും പലതരത്തിലാണ് ഈ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നത്. അതായത് പ്രധാനമായിട്ടും 3 തരത്തിലാണ് സമ്പദ് വ്യവസ്ഥകളുള്ളത്. ദർ ആർ 3 ടൈപ്സ് ഓഫ് ഇക്കോണമീസ്: സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി, മാർക്കറ്റ് ഇക്കോണമി ആൻഡ് സോഷ്യലിസ്റ്റ് ഇക്കോണമി. അപ്പോൾ ഈ ഓരോ സമ്പദ് വ്യവസ്ഥയിലും ഈ പ്രശ്നങ്ങൾ എങ്ങനെയാണ് പരിഹരിക്കപ്പെടുന്നത്? ഇൻ എ സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി ദ ബേസിക് പ്രോബ്ലംസ് ആർ സോൾവ്ഡ് ബൈ ദി പ്ലാനിംഗ് അതോറിറ്റി ഓർ ദി ഗവൺമെൻറ്. ദാറ്റ് ഈസ് ഗവൺമെൻറ് ഓർ പ്ലാനിംഗ് അതോറിറ്റി ഡിസൈഡ് വാട്ട് ടു പ്രൊഡ്യൂസ്, വാട്ട് നോട്ട് ടു പ്രൊഡ്യൂസ്. The distribution of goods and services produced is also done by the government. അപ്പോൾ സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി എന്ന് പറയുന്നത് അവിടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് പ്ലാനിംഗ് കമ്മീഷൻ അഥവാ ഗവൺമെൻറ് ആണ്. അപ്പോൾ എന്ത് ഉൽപ്പാദിപ്പിക്കണം, എന്ത് ഉൽപ്പാദിപ്പിക്കണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് ഗവൺമെൻറ് ആണ്. പക്ഷേ ഇത് ധാരാളം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ് സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി. ദാറ്റ് ഈസ് ഇൻ ആൻ ഇക്കോണമി മില്യൺസ് ഓഫ് ഡിസിഷൻസ് ഹാവ് ടു ബി ടേക്കൺ. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ടേക്ക് ഓൾ ദീസ് ഡിസിഷൻസ് ത്രൂ സെൻട്രൽ പ്ലാനിങ്. ഒരു സമ്പദ് വ്യവസ്ഥയിൽ ധാരാളം ഡിസിഷൻസ് എടുക്കേണ്ടി വരും. അപ്പോൾ ഒരു ഗവൺമെൻറ് ഇത്രയും അധികം ഡിസിഷൻസ് എടുക്കുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒന്നാണ്. ഫോർമർ കമ്മ്യൂണിസ്റ്റ് കൺട്രീസ് ലൈക്ക് ദി സോവിയറ്റ് യൂണിയൻ വെർ സെൻട്രലി പ്ലാൻഡ് ഇക്കോണമീസ്. ലേറ്റർ ദേ അബാൻഡൻഡ് സെൻട്രലൈസ്ഡ് പ്ലാനിങ്. അതായത് ആദ്യത്തെ സോവിയറ്റ് യൂണിയൻ എന്ന രാജ്യം സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി ആയിരുന്നു. പക്ഷേ പിന്നീട് അവരത് ആ സമ്പ്രദായം ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അതേസമയം രണ്ടാമത്തെ ഇക്കോണമിയാണ് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി അഥവാ മാർക്കറ്റ് ഇക്കോണമി. ഇൻ എ മാർക്കറ്റ് ഇക്കോണമി ഓൾ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ആർ ഓർഗനൈസ്ഡ് ത്രൂ ദി മാർക്കറ്റ്. കമ്പോളത്തിലെ നില അനുസരിച്ചിട്ടാണ് ഓരോ പ്രശ്നങ്ങളും ഇവിടെ പരിഹരിക്കപ്പെടുന്നത്. Capitalist economy is an economic system based on private ownership of the means of production and their main aim is to make a profit. It is known as a market economy. അതായത് മാർക്കറ്റ് ഇക്കോണമി എന്ന് പറയുന്നത് ലാഭത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. എല്ലാം സ്വകാര്യ ഉടമസ്ഥതയിലായിരിക്കും. അതിനനുസരിച്ചിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. In a market economy, most of the resources are privately owned. Private sector is the dominant sector. Private individuals pursue their interest. അതേസമയം മാർക്കറ്റ് ഇക്കോണമിക്കും ചില ദോഷങ്ങളുണ്ട്. മാർക്കറ്റ് സമ്പ്രദായം ചിലപ്പോൾ പരാജയപ്പെടാം. അതായത് അമിതമായിട്ട് വിലക്കയറ്റവും മറ്റും ഉണ്ടാക്കുമ്പോൾ അത് സമ്പദ് വ്യവസ്ഥയിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാം. അപ്പോൾ ഡ്യൂറിങ് മാർക്കറ്റ് ഫെയിലിയേഴ്സ് ഗവൺമെൻറ് ഹാസ് ടു ഇൻ്റർവീൻ. ആ സമയത്ത് അവിടെയുള്ള ഗവൺമെൻറ് കമ്പോളത്തിൽ ഇടപെട്ട് മാർക്കറ്റ് ഫോഴ്സസിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കും. Also, it is not desirable to leave all economic activities to market forces. എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് മാർക്കറ്റ് ഫോഴ്സസിന് വിട്ടുകൊടുക്കുന്നതും നല്ലതല്ല. Here government has an important role to play. That is why the modern economies rely on the market mechanism even while the government play an important role in economic activities. അധികവും വികസിത രാജ്യങ്ങളൊക്കെ മാർക്കറ്റ് ഇക്കോണമി സ്വീകരിക്കാനുള്ള കാരണവും അതുകൊണ്ടാണ്. അമിതമായിട്ട് മാർക്കറ്റ് ഫോഴ്സസ് ബലം പ്രയോഗിക്കുമ്പോൾ അവിടെ ഗവൺമെൻറ്റിന് ഇടപെടാനുള്ള അധികാരമുണ്ട്. അതുപോലെ മറ്റൊരു സമ്പദ് വ്യവസ്ഥയാണ് മിക്സ്ഡ് ഇക്കോണമി. ഇറ്റ് ഈസ് ദ മിക്സ്ചർ ഓഫ് ക്യാപിറ്റലിസം ആൻഡ് സോഷ്യലിസം. ബോത്ത് പ്ലാനിംഗ് ആൻഡ് പ്രൈസ് മെക്കാനിസം സൈമൾട്ടേനിയസ്ലി പ്ലേ എ മേജർ റോൾ ഇൻ സോൾവിങ് ദി സെൻട്രൽ ഇക്കണോമിക് പ്രോബ്ലംസ്. അതായത് മിക്സഡ് എന്ന വാക്കിൽ തന്നെയുണ്ട്. ക്യാപിറ്റലിസവും സോഷ്യലിസവും കൂടി ചേർന്നതിനാണ് പറയുക മിക്സഡ് ഇക്കോണമി. അവിടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നത് പ്ലാനിംഗ് കമ്മീഷനും മാർക്കറ്റ് ഫോഴ്സും കൂടി ചേർന്നിട്ടായിരിക്കും എല്ലാ പ്രവർത്തനങ്ങൾക്കും പരിഹാരം കാണുന്നത്. അപ്പോൾ ഇന്ത്യ ഒരു മിക്സഡ് ഇക്കോണമിയാണ്. മോസ്റ്റ് ഇക്കണോമിക് ആക്ടിവിറ്റീസ് ആർ ലെഫ്റ്റ് ടു ദി മാർക്കറ്റ്. ഇൻ ഏരിയാസ് വെയർ ദി മാർക്കറ്റ് ഫെയിൽസ്
ഓർ നോട്ട് ഇഫക്റ്റീവ് ഗവൺമെൻറ് ഇൻ്റർവെൻസ്. അധിക തീരുമാനങ്ങളും മാർക്കറ്റ് ഫോഴ്സസ് ആയിരിക്കും എടുക്കുന്നത്. എന്നാൽ എവിടെയെങ്കിലും മാർക്കറ്റ് ഫോഴ്സസ് പരാജയപ്പെടുന്നിടത്ത് ഗവൺമെൻറ് ഇടപെടുകയും ചെയ്യും. ഇനി മറ്റൊരു ഫോക്കസ് ഏരിയ ആയിട്ട് ഇതിൽ പറഞ്ഞിരിക്കുന്നത് മൈക്രോ ഇക്കണോമിക്സ് ആൻഡ് മാക്രോ ഇക്കണോമിക്സ്. ദാറ്റ് ഈസ് ഇക്കണോമിക് തിയറി ക്യാൻ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു 2 കാറ്റഗറീസ്, മൈക്രോ ഇക്കണോമിക് തിയറി ആൻഡ് മാക്രോ ഇക്കണോമിക് തിയറി. സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ സിദ്ധാന്തങ്ങളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം, മൈക്രോ ഇക്കണോമിക്സ് ആൻഡ് മാക്രോ ഇക്കണോമിക്സ്. The word micro and macro are derived from the Greek words micros and macros. അതായത് മൈക്രോ മാക്രോ എന്നീ വാക്കുകൾ ഉണ്ടായിരിക്കുന്നത് ഗ്രീക്ക് വാക്കായ മൈക്രോസ് മാക്രോസ് എന്നീ വാക്കുകളിൽ നിന്നാണ്. മൈക്രോസ് മീൻസ് സ്മോൾ ആൻഡ് മാക്രോസ് മീൻസ് ലാർജ്. In microeconomics, we study a small part of the economy or individual unit of the economy. Microeconomics studies only part of the economy and not the whole economy. അതായത് ഒരു ഭാഗം മാത്രമാണ്, ഒരു സമ്പദ് വ്യവസ്ഥയുടെ ഒരു ഇക്കോണമിയുടെ ഒരു പാർട്ട് മാത്രമാണ് പഠിക്കുന്നത്, ഹോൾ ഇക്കോണമി അല്ല, മുഴുവനായിട്ടല്ല പഠിക്കുന്നത്. ഫോർ എക്സാമ്പിൾ സ്റ്റഡി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, തിയറി ഓഫ് ദി ഫേം എക്സെട്ര കം അണ്ടർ മൈക്രോ ഇക്കണോമിക്സ്. Whereas macroeconomics is the study of the economy as a whole. Macroeconomics എന്ന് പറഞ്ഞാൽ സമ്പദ് വ്യവസ്ഥയെ മുഴുവനായിട്ട് പഠിക്കുന്നതാണ്. It studies the entire economy and its aggregates. For example, national income, aggregate demand, aggregate supply, general price level, etc. come under macroeconomics. മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും തമ്മിൽ ഡിഫറൻസ് കാണിക്കുന്ന ഒരു ടേബിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മൈക്രോ എക്കണോമിക്സിൽ പറയുന്നത് സ്റ്റഡീസ് അബൌട്ട് ഇൻഡിവിജ്വൽ ഇക്കണോമിക് യൂണിറ്റ്, whereas macroeconomics studies about the economic system as a whole. ഇൻഡിവിജ്വൽ ആയിട്ടുള്ളതാണ് മൈക്രോ എക്കണോമിക്സ് പഠിക്കുക, ഇക്കണോമിക് സിസ്റ്റം മുഴുവനായിട്ടാണ് മാക്രോ എക്കണോമിക്സിൽ പഠിക്കുന്നത്. രണ്ടാമത്തെ പറയുന്നത് ഇറ്റ് സ്റ്റഡീസ് അബൌട്ട് ദ പ്രൈസ് ഡിറ്റർമിനേഷൻ ഇൻ ദി മാർക്കറ്റ്. ഒരു മാർക്കറ്റിൽ എങ്ങനെയാണ് വില നിർണ്ണയിക്കുന്നത്, ഓരോ വസ്തുവിൻ്റെയും വില നിർണ്ണയം എങ്ങനെയാണ് എന്നാണ് മൈക്രോ എക്കണോമിക്സിൽ പഠിക്കുന്നത്. whereas in മാക്രോ എക്കണോമിക്സ് സ്റ്റഡി അബൌട്ട് പ്രൈസ് ഡിറ്റർമിനേഷൻ ഇൻ ദി ഇക്കോണമി ആസ് എ ഹോൾ. പൊതുവില നിലവാരത്തെക്കുറിച്ചാണ് നമ്മൾ മാക്രോ എക്കണോമിക്സിൽ പഠിക്കുന്നത്. അതുപോലെ മൈക്രോ എക്കണോമിക്സിൽ സ്റ്റഡി അബൌട്ട് പാർഷ്യൽ ഇക്വിലിബ്രിയം അനാലിസിസ്, ഭാഗിക സന്തുലിതാവസ്ഥയെക്കുറിച്ചാണ് പഠിക്കുക. whereas in മാക്രോ എക്കണോമിക്സ് വി സ്റ്റഡി അബൌട്ട് ജനറൽ ഇക്വിലിബ്രിയം അനാലിസിസ്, പൊതു സന്തുലിതാവസ്ഥയെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഇൻ മൈക്രോ എക്കണോമിക്സ് വേരിയബിൾസ് ഇമ്പോർട്ടൻ്റ് വൺ ആർ പ്രൈസ്, കൺസ്യൂമേഴ്സ് ഡിമാൻഡ്, വേജ്, റെൻറ്റ്, പ്രോഫിറ്റ് ആൻഡ് ഇൻകം. whereas in macroeconomics variables are aggregate demand, aggregate supply, inflation, total employment, etc. മറ്റൊരു ഡിഫറൻസ് മൈക്രോ എക്കണോമിക്സ് വോംസ് ഐ വ്യൂ, അതായത് ഒരു വരയുടെ കാഴ്ചപ്പാടാണ് അതിൻ്റെ ചുറ്റുപാടുള്ളത് മാത്രമേ അത് കാണൂ. അതേസമയം മാക്രോ എക്കണോമിക്സ് ബേർഡ്സ് ഐ വ്യൂ ആണ്, അതായത് മരത്തിൻ്റെ ഏറ്റവും മുകളിൽ നോക്കുമ്പോൾ മുഴുവനും കാണാൻ സാധിക്കും. അതാണ് മാക്രോ എക്കണോമിക്സ്. മൈക്രോ എക്കണോമിക്സിന് മറ്റൊരു പേരാണ് പ്രൈസ് തിയറി. അതേസമയം മാക്രോ എക്കണോമിക്സ് അറിയപ്പെടുന്നത് ഇൻകം തിയറി എന്നാണ് അറിയപ്പെടുന്നത്.